സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. കുറച്ചു വർഷങ്ങൾക്കു മുൻപ് അപരിചിതയായ ഒരു പെൺകുട്ടിയെ വടക്കേക്കാട്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു പഴയ വീട്ടിനുള്ളിൽ പകുതി ശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ആ സംഭവത്തിന് ശേഷം ഭയം കാരണം ആരും ആ കാട്ടുവഴി സഞ്ചരിക്കാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ചിലർ ആ വഴിയിലൂടെ പോകാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് അവരിൽ ഒരാളെയും ജീവനോടെ ആരും കണ്ടിട്ടില്ല. ഇന്നുവരെ ആ കാട് മറച്ചുവെക്കുന്ന ശപിക്കപ്പെട്ട ഒരു സത്യമുണ്ട്. നോക്കിയടാ ഒരു കുപ്പി. ഈ ഫോട്ടോയിലുള്ള കൊച്ചിനെ എവിടെ കണ്ടിട്ടുണ്ടോ? നല്ല പരിചയം. ഇനിയിപ്പോ ഇത് പട്ടണത്തിൽ പോകുന്ന സിനിമ പോലെ വല്ലതായിരിക്കും. ഇതെന്താ കത്തിക്കരിഞ്ഞിരിക്കുന്ന ഫോട്ടോകള്? ഇതിലിപ്പോ വല്ല കൂടത്ര തന്നെയാടേ, പറഞ്ഞിട്ട് വാടേ. ഈ ഫോട്ടോ കാണുന്ന കൊച്ചിന് നല്ല പരിചയമാടാ. ഒരു ഐഡിയ കിട്ടല്ല. മതിരെ വാ, കളഞ്ഞിട്ട് പോയി കളിയാ. എവിടെ പോയാലും ലേറ്റ് ചെയ്തല്ലോ അവിടെ. നേരത്തെ നാടാ, കുറച്ചു നേരം ആയി. നീ കുപ്പി കളഞ്ഞായിരുന്നോ? കളഞ്ഞില്ലടാ. നിനക്ക് ഭ്രാന്താടാ ഇതേപോലെ വഴി കിടക്കണ ഓരോ കുപ്പി എടുത്ത് വീട്ടിൽ കൊണ്ടുപോവാൻ? കുപ്പിക്ക് എന്തോ പ്രശ്നമുണ്ടോ? ഞാൻ ഇന്നലെ കുപ്പി വീട്ടിൽ കൊണ്ടുപോയി. രാത്രി പെട്ടെന്ന് എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി വെച്ച്. ഇവിടെ നോക്കിയപ്പോഴത്തേക്കും കുപ്പി മേശയിരുന്ന് കുലുങ്ങുന്നു. ലൈറ്റ് ഇട്ടപ്പോഴാണെങ്കിൽ ലൈറ്റും മറക്കാമല്ല. വല്ലതും കണ്ടോണ്ടിരുന്ന ഇങ്ങനെ തന്നെ. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, കുപ്പി നീ വീട്ടിൽ കൊണ്ടു. അപ്പൊ അറിയാലോ സത്യം. ചുമ്മാ എന്നെ കിടന്നു. ഞാൻ കൊണ്ടുപോ. നീ കൊണ്ടു, അത് എന്നെ അറിയാം. കുപ്പി എന്റെ തന്നെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയാ, കുളിക്കണ്ടേ? കൊല്ലണം. അളിയ പറഞ്ഞില്ലേ ഡേ? അവൻ വല്ല സ്വപ്നം കണ്ടാണോ ഡേ? നിന്റെ ഭ്രാന്ത് അവന് കാണൂല. അമ്മ ഞാൻ എന്താ പറഞ്ഞേ? ബാറ്റിംഗ് എറാ. ഇന്നാ നിന്റെ കുപ്പി. ഞാൻ സ്വപ്നം കണ്ടില്ല, ഒരു കുപ്പി കുലുങ്ങണതും കണ്ടില്ല. അപ്പൊ പിന്നെ ഞാൻ കണ്ടതോ? ഇതൊരു കാര്യം ചെയ്യ്, ഇന്നും കൂടെ കുപ്പി വീട്ടിൽ കൊണ്ടുപോയി വെക്ക്. അതാണ് നല്ലത്. ഇന്നും കൂടെ കൊണ്ടുപോകും. ഒന്നുകൂടെ കൊണ്ടുപോയി നോക്കാം. അപ്പൊ അറിയാലോ സത്യം.
എന്തോന്നടാ? എന്താടാ നിനക്ക് വയ്യേ? എന്താ ടെൻഷൻ ആയിരിക്കണേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാ പറയാം, വാ. അന്നത്തെ പോലത്തെ സ്വപ്നം ഞാൻ ഇന്നലെയും കണ്ട്. പക്ഷെ എനിക്ക് ആ സ്വപ്നം ഓർമ്മയുണ്ടാ? എല്ലാം അന്നത്തെ പോലെ തന്നെ ആയിരുന്നു. ഇരുന്ന് കുലുങ്ങുന്നുണ്ട്, ലൈറ്റ് ആണിയിട്ട് വർക്ക് ആവുന്നില്ല, എന്തോ പ്രശ്നമുണ്ട്. നിനക്ക് ആ സ്വപ്നം ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ ഇത് അങ്ങനത്തെ സ്വപ്നമായിരുന്നു. എന്നാ നീ പറ, എന്താണ് ആ സ്വപ്നം എന്ന് അറിയട്ടെ. നിനക്ക് ഓർമ്മ ഉള്ളത് ഇത് വെച്ച് പറ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയൂടാ. ഈ കുപ്പി ആദ്യമായിട്ട് കാണുന്ന ഞാനാണ്. എന്തിനെന്ന് അറിയാത്ത ഈ കുപ്പി ഞാൻ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുപോകണം. ഞാൻ മരിച്ചെടുക്കാനായിട്ട് ഞാൻ സ്വപ്നം കാണുന്നു. ഞാനും അത് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, ഉറപ്പാണ്. അപ്പൊ നീ പറഞ്ഞു പറഞ്ഞത് ആ വീടും ഞാനും കൊച്ചുമായിട്ട് ഞാനോട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതല്ലേ എന്റെ തലയിലാണല്ലോ പറഞ്ഞേ. ഇനി നമുക്ക് അടുത്ത് എന്താണ് പ്ലാൻ? ആ വീട് വരെ ഒന്ന് പോയി നോക്കിയാലോ? പോവാം, വല്ല പ്രശ്നം ഉണ്ടാവോ? പോയേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്കിനി സമാധാനം കിട്ടില്ല. നീ വിഷമിക്കാതെ, നമ്മളെല്ലാം നിന്റെ കൂടെ കാണും. നമുക്ക് പോവാം. എങ്ങനെ പോവും? ഞാൻ എന്റെ അച്ഛന്റെ ബൈക്ക് എടുക്കാം. ഞാൻ എന്റെ ബൈക്ക് എടുക്കാം. ഉറപ്പ്? ഓ ഉറപ്പ്. അവൻ എന്റെ ബാഗ് കൊണ്ടുവരാ പോയത്. എന്നിട്ട് അവന്റെ പാട്ട ബാഗ് ചെയ്തു ഓടാ, അത് അവ അവിടെ കൊണ്ടുവരും. ആടാ ദോഹിക്കുന്നവൻ. ലൈസൻസ് ഇല്ല കേട്ടാ. പോലീസായിട്ട് കണ്ട പൊക്കും കേട്ടാ. വാടക കയറി, ഞാൻ ബാക്കി ഇരിക്കാം. പെട്ടെന്ന് കയറി, സമയം പോണു. അപ്പോടെ അവ അവന്റെ വണ്ടി എടുത്തോണ്ട് വരും. അവ അങ്ങ് വരുമെന്നാ? അപ്പു വരുമല്ല, പറ്റിക്കൂലല്ലോ. ഡേടേ അങ്ങോട്ട് നോക്കടാ. മിണ്ടാരടാ, അടങ്ങി. ടെൻഷൻ അടിച്ചോണ്ടാണ് പോണേ. ചേടാ, ഇതല്ലേ ചെയ്യോതിക്കാവ്? അതെ, എന്താ? ചെറുപടിയും കാടൊക്കെ ഉണ്ടോ? കാടോ? ആ, കാട്. ഏത് കാട്? ഇറങ്ങടാ, ഇറങ്ങ്. വടക്കേ കാടോ തെക്കേ കാടോ? ചേട്ടാ, ഇവിടെ ഒരു കാവൊക്കെ ഉള്ള സർപ്പക്കാവോ അങ്ങനെ എന്താ പറഞ്ഞിട്ട്? രണ്ടിടത്തും കാവുണ്ട്. വടക്കേ കാവിലും ഉണ്ട്, തെക്കേ കാവിലും. നിങ്ങൾ എന്തിനാ ഈ കാടിനെ പറ്റി അങ്ങനെയൊന്നുമില്ല ചേട്ടാ, നമ്മളൊരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് സ്ഥലം നോക്കാൻ വേണ്ടി. ഇവിടെയൊന്നും പടം പിടിക്കാൻ പറ്റില്ല, അതും ഈ കാട്ടിലോ? ചേട്ടാ, ഇവിടെ എവിടെയെങ്കിലും ചെറിയ ഒരു വീട് വല്ലതും ഉണ്ടോ ഈ കാട്ടില്? വീടോ? വീടൊന്നും ഇല്ലല്ലോ. വീട്? കാട്ടിനകത്തൊരു വീട് പോലും ഇല്ല. ഉണ്ട്, വടക്കേ കാട്ടിലെ ഭദ്രക്കാട്. ഇവിടെ കൂടെ ആണെന്ന് ഉറപ്പുണ്ടാ? അപ്പൊ വഴി തെറ്റിക്കല്ലേടേ? ഇത് തന്നെടാ, എനിക്ക് ഈ കാവിന്റെ ഇതൊക്കെ ഓർമ്മയുണ്ട്. ഈ പോണ വഴി ഓർത്ത് വെച്ചോണേ, വരേണ്ടിയാണ്. ഞാൻ അന്ന് കണ്ടില്ലേ ഒരു ഫോട്ടോ? അത് ഇനിയിപ്പോ മറ്റേ ഭദ്രവല്ല ആയിരിക്കും അങ്ങനെ പറഞ്ഞേ. പോടാ ഭദ്ര, അവന്റെ അങ്ങേര് ചുമ്മാ തള്ളിയതാടാ. രക്തദേഹി ഒന്നുമല്ലോ, രക്തദേഹി. എടാ പോടാ, അല്ല കള്ളിയും കേട്ടെന്ന് പറഞ്ഞ എന്തോ ഭാഗ്യം. ലൊക്കേഷൻ അയച്ചു കൊടുത്തോ അവന്? ഇല്ല. എടാ ഞാൻ അയച്ചു കൊടുത്തടാ, വണ്ടി ഇരുന്നപ്പോ അയച്ചു കൊടുത്തടാ. നീ പെട്ടെന്ന് അറിയോ? തോണ്ട് അതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ട വീട്. കണ്ട ആ വീടാണ്. നോക്കടാ, ഞാൻ പറഞ്ഞ പോലെ തന്നെ
എനിക്ക് നന്നായിട്ട് തോന്നില്ല കേട്ടോ. എടാ ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇതൊക്കെ കുറെ കേട്ട തന്നെ. വാടാ പോടാ വാടാ, ഇത് വേണ്ടടാ വാടാ പോടാ വാടാ പോടാ വാടാ പോലടാ വേണ്ടടാ വാടാ. ഇത് അവന്റെ ആവശ്യമാണ്. വാ പോവാ. വാടാ വാ. ഇതിനകത്താണ്ടോ ഞാൻ മരിച്ചെടുക്കുന്ന ഒരു സ്വപ്നം കണ്ടേ. ഇവിടെ കയറി നോക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണ് ഞാൻ മരിച്ചെടുക്കാൻ സ്വപ്നം കണ്ടത്. എന്തോ വലിയ പണിയാണിത്. അങ്ങോട്ട് നോക്കാം. നമുക്കിത് വേണ്ട. എന്തായാലും ഇവിടെ വരെ വന്നില്ല. പോവാ നമുക്ക്. ഈ ഫോട്ടോ നേരത്തെ ഉണ്ടായിരുന്നു. നോക്കട്ടോ വേണ്ട ഇത് നോക്കട്ടോ. ഭീകരഭൂതമതേ കാതം നീറ്റണു തീയത് നീട്ടിടുകാതരമേ കാളി കരാളികളാടണ കാനന കാകളമേ കാറും പേറണു നോവണ കാനനനാദമിതേ കരിയേറിയ കുമ്പുനമുള്ളിൽ നീറണ കേളികളാടിയവൻ കരിവേലകൾ കുത്തിയ നെഞ്ചിലെ മുറിവിൽ നീറ്റണു കാലനവൻ കരിയമ്പിനും അമ്പരമമ്പിളിവേലിലും അമ്പരമേട്ടിലുമേന്തണതെന്തിത് പുകയിത് പടരണു കരികരമുടയണു തുടയിലെ പിടിവള്ളി പൊടിയണ തുടങ്ങിത് ചെറുമ്പും ചൂരും കെട്ടിട്ടോടും നേരം തീരം കാണാൻ ആടിത്താടി താളം കെട്ടിക്കേളം വീരം തീയിൽ തീരും. നമ്മളോട് ഉണ്ടായിരുന്നത് ചന്ദം
ചേട്ടാ എന്റെ ഫ്രണ്ട്സ് ആ വീട്ടിൽ പെട്ട് കിടക്ക് ചേട്ടാ, ഒന്ന് വാ ചേട്ടാ. ഏത് വീട്? ആ വീട് അതിന് ഈ കാട്ടില് വീടുകളൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ ഈ കാട്ടിൽ കാര്യം? ഞങ്ങൾ അറിയാതെ ഒന്ന് പെട്ട ചേട്ടാ, ചേട്ടാ ഒന്ന് രക്ഷിക്കേട്ടാ. എനിക്കറിഞ്ഞൂടാത്ത കാടാ, എനിക്കറിഞ്ഞൂടാത്ത വീടാ. അല്ലെങ്കിൽ തന്നെ ഈ കാടിന്റെ ചേർത്ത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന വീട് കരിന്തേളുകൾ വള്ളികരാളികൾ കരിമൂടിയ വേടനേതോ അരചോര പരന്ന പെരും വഴിനായാടിയ കാഹളമോ. കരിന്തേളുകൾ വള്ളികരാളികൾ കരിമൂടിയ വേടനേതോ അരചോര പരന്ന പെരും വഴിനായാടിയ കാഹളമോ. നരഭോജികൾ വാഴണ കാനനം നിണമാർന്നൊരു ഗന്ധകമോ. തമസിൻ മറവിൽ മേഞ്ഞു നടക്കും കാബാലികനാമനുജാ നീ. നിന്നിഴലാട്ടം കാണണതോ ഭയചകിതമാം കാടുവിറയ്ക്കുന്നു.